പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ കല്ലേക്കാട് ബിജെപി അക്രമത്തിൽ കെഎസ്യു പ്രവർത്തകന് ഗുരുതര പരിക്ക്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് അജ്മൽ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 5 ബിജെപി പ്രവർത്തകർ പോലീസിന്റെ പിടിയിലായി. അക്രമത്തിൽ ഉൾപ്പെട്ടെന്ന ആരോപണമുയർന്ന ബിജെപി സ്ഥാനാർത്ഥി അടക്കം ഒളിവിലാണ്. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലേക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഇബ്രാഹിം ബാദുഷയുടെ പ്രചരണ സാമഗ്രികൾ കല്ലേക്കാട് ജംഗ്ഷനിൽ സ്ഥാപിക്കുന്നതിനിടെ ആദ്യം CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ രാത്രി തർക്കമുണ്ടായി. ഇവിടെ നിന്നും പോവുകയായിരുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ കാർ BJP പ്രവർത്തകരുടെ ബൈക്കിന് പിറകിൽ ഇടിച്ചു. ഇതോടെ BJP പ്രവർത്തകർ സംഘം ചേർന്ന് ആക്രമിക്കാനെത്തി. രക്ഷപ്പെടാനായി DCC ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ ഓടിക്കയറി. പിന്തുടർന്നെത്തിയ BJP പ്രവർത്തകർ വീട്ടിൽ കയറി മർദ്ദിച്ചു. കല്ലേറിൽ 18 വയസ്സുകാരൻ മുഹമ്മദ് അജ്മലിന്റെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ഇതൊരു സംഘടിതമായ അക്രമമാണ്. ബാദുഷ എന്ന് പറഞ്ഞ നല്ലൊരു പ്രവർത്തകനും നല്ലൊരു കാൻഡിഡേറ്റുമാണ്. ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം മറ്റുള്ളവർക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം CPMകാരും പിന്നീട് BJPക്കാരും ആക്രമിച്ചത് വഴി ഇവർ രണ്ടുപേരും തമ്മിൽ വല്ല ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള അന്വേഷിക്കണം. അക്രമത്തെ ലഘൂകരിക്കാനാണ് BJP നേതാക്കളുടെ ശ്രമം. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDFലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. നിലവിൽ 5 BJP പ്രവർത്തകരെ പാലക്കാട് നോർത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തു. പിരായിരി പഞ്ചായത്തിലെ 18ാം വാർഡിലെ BJP സ്ഥാനാർത്ഥി അരുൺ ആലങ്കാട്ട് ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ്. ഇവർക്കായി പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട്. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് അജ്മൽ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കല്ലേറിൽ മൂക്കിന്റെ എല്ലും പൊട്ടിയിട്ടുണ്ട്. മീഡിയ 1 പാലക്കാട്.